ഹെക്ടർ തരിശുനിലമാണ് 4 വർഷത്തിനുള്ളിൽ കടമ്പൂരിൽ കൃഷിയോഗ്യമായത്. നെൽകൃഷി പ്രധാനമായും കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ് നടത്തുന്നത്. പഞ്ചായത്തിന്റെ ഈ വാർഡിലുള്ള അനശ്വരം കുടുംബശ്രീയിൽപ്പെട്ട വനിതാ കർഷകരാണ് ഈ നെൽകൃഷിക്ക് വേണ്ടി മുൻപോട്ട് വരികയും അതിന് നേതൃത്വം കൊടുത്ത കാഞ്ചന എന്ന് പറയുന്ന അതിൻ്റെ സെക്രട്ടറിയാണ് ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. അതുപോലെ ട്രാക്ടർ ഓടിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതുപോലെ പ്രദീപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുപോലെ കൃഷ്ണേട്ടൻ. അവരെല്ലാവരും കൂടെ ഒരു സംയുക്തമായിട്ടുള്ളൊരു സംരംഭത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു കൃഷിയിലേക്ക് കൃഷിയാക്കാൻ വേണ്ടി സാധിച്ചത്. പഞ്ചായത്തിന്റെ സഹായങ്ങൾ കൂടാതെ 1 ഹെക്ടറിന് കുടുംബശ്രീ മിഷനിൽ നിന്ന് 75,000 രൂപയും ഇവർക്ക് ലഭിച്ചു. നമ്മളിപ്പോൾ വികസനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണമാഷ്, പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു നല്ല പരീക്ഷണമാണ് താങ്കളുടെ പഞ്ചായത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കുള്ള ചെറിയൊരു അത്ഭുതം, ഇത്രയും ചെറിയൊരു പഞ്ചായത്ത് 8 ചതുരശ്ര മീറ്ററേ ഉള്ളൂ അല്ലേ, കിലോമീറ്റർ. അതേ സമയത്ത് തന്നെ 16,000-ലധികം ജനസംഖ്യയുണ്ട് എന്ന് പറഞ്ഞാൽ 2,000 ജനങ്ങൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ. വളരെയധികം ജനസാന്ദ്രതയുള്ളൊരു ഇത്രയും ചെറിയൊരു പഞ്ചായത്തിൽ ഇത്രയും അധികം പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ വന്നു? അതോ മറ്റുള്ള പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കൂടെ സംസ്കരിക്കുന്ന ഒരു മോഡലാണോ അത്? ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തി സ്വകാര്യ സ്ഥാപനം എന്ന നിലയിൽ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ബണ്ടലായി കൊണ്ടുവരികയാണ്. അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ നമ്മുടെ പഞ്ചായത്തിനോ സമീപ പഞ്ചായത്തിനോ ശേഖരിച്ചാൽ തികയില്ല. അപ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മളിതൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന വലിയ സംരംഭമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാനുള്ള ഒരു സംവിധാനം കുടുംബശ്രീ മുഖാന്തരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പ്രൈവറ്റ് പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിൽ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അദ്ദേഹം അത് ഒരു വ്യവസായം എന്നുള്ള അടിസ്ഥാനത്തിൽ നടത്തുന്നത് കൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം അവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് അതിനെ വീണ്ടും ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ആണല്ലേ? അപ്പം നമ്മുടെ പ്രധാന ജോലി നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ പഞ്ചായത്തിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് നല്ല ഇതിന് വല്ല വില കിട്ടുമോ? വില കിട്ടും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അത് ഇതിന്റെ തരംതിരിച്ച് കൊടുക്കുന്നതിനാണ്. അല്ല, ഈ വില കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ഈ 5 സ്ത്രീകൾക്ക് വേണ്ട വേതനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നമ്മളത് പ്രത്യേകം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് വേതനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, നാമമാത്രമായ വേതനം മാത്രമേ അവിടുന്ന് നൽകുന്നുള്ളൂ. അത് ശരി. അവിടുന്ന് എന്ത് കൊടുക്കും? അവിടുന്ന് പാൽ, അതുപോലെ തന്നെ മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ കവറുകൾക്ക് 1 കിലോവിന് 7 രൂപ വരെയാണ് കൊടുക്കുന്നത്. അത് മതിയാവില്ല എന്നിപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാം എന്നിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. NREG ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? NREGയും ഈ മാലിന്യ സംസ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതു ഇടങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ജലസ്രോതസ്സുകളല്ല, തോടുകൾ മുഴുവൻ NREGസിൻ്റെ ഭാഗമായിട്ടാണ് വൃത്തിയാക്കി കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഓടകൾ, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം മഴയെത്തും മുമ്പേ എന്ന ഒരു പ്രത്യേക പദ്ധതിയാണ് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടത്. അത് എല്ലാ വീടുകളിലുള്ള കക്കൂസിൻ്റെ ടാങ്കുകളിലെ ലീക്ക് അടക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഈ നെറ്റ് പഴകിയതായി ദ്രവിച്ചു പോയി കൊതുകുകൾ ഇങ്ങനെ വല്ലാതെ അന്തരീക്ഷത്തിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കാനും മെയ് മാസം 15-ാം തീയതി മുതൽ മഴ എത്തുന്നതിന് മുമ്പേ ചെയ്യുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതേസമയത്ത് തന്നെ പൊതുസ്ഥലങ്ങളിലുള്ള ഈ ജൈവമാലിന്യം, പൊതു സ്ഥലങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം, അവയ്ക്കാണല്ലോ ആദ്യത്തെ മുൻഗണന കൊടുക്കണ്ടേ? അത് ചെയ്യുന്നുണ്ട്. പൊതുസ്ഥലത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം മുഴുവൻ ഒഴുക്കിക്കളയാനും അത് മറ്റ് അതിലെ മാലിന്യങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി അത് സംസ്കരിക്കാനുമുള്ള സ്ഥിരമായ പദ്ധതി നടപ്പിലാക്കുന്നു. പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പരിപാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ആശങ്ക തോന്നുന്നുണ്ട്. അത് ഒന്ന്, നിങ്ങൾ പ്ലാസ്റ്റിക് നിരോധനം നമ്മൾ ഏർപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇതിനെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള
വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും കേരളത്തിലുള്ള പ്ലാസ്റ്റിക്കിന് അപ്പുറമായിട്ട് തമിഴ്നാട്ടിലെ പ്ലാസ്റ്റിക്കും കൂടി ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കുന്നു, റീസൈക്കിൾ ചെയ്യുന്നു. ഒരു മാസ്ക് ഉപയോഗിക്കുകയോ ഗ്ലൗസ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടോ? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നുണ്ടോ? എത്രത്തോളം വൈദ്യുതി ഇത്തരം പ്ലാന്റുകൾക്ക് ഉണ്ടാവുന്നു? അടുത്തുള്ള പഞ്ചായത്തുകളെല്ലാം ഇത് തുടങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. 2-3 പഞ്ചായത്തുകളുടെ പേര് ഇവിടെ പറഞ്ഞു കേട്ടു. അത് നമ്മളൊരു മാതൃക എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മൾ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് തലത്തിൽ ഒരു സംസ്കരണശാല മതി തന്നെയാണ്. എന്നാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അതിന് മതിയായിട്ടുള്ള സാധനം എത്തും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നവർ ഗ്രാനുവൽ ടൈപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാ അവിടെ ഈ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഭീഷണമായിട്ടുള്ള അവസ്ഥയല്ല. ഇത് ഓരോ പ്ലാസ്റ്റിക്കും കഴുകാനുള്ള വെള്ളം അതെല്ലാം കൂടി നോക്കിയല്ല, എല്ലാം കൂടി അതിന്റെ ഉപയോഗത്തിന്റെ തോതും എത്രത്തോളം പ്ലാസ്റ്റിക് അവിടെ വരണം, അതിനെ റീസൈക്കിൾ ചെയ്യാൻ, ഇതിനെ പറ്റിയിട്ടുള്ള കണക്കുകൾ പൂർണ്ണമായിട്ടും പഞ്ചായത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലാസ്റ്റിക് അത് ആവശ്യമാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ബോധവൽക്കരണവും അതിന്റെ ഭാഗമായുള്ള തുണിസഞ്ചിയുടെ വ്യാപകമായ വിതരണവും 3 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്ലാസ്റ്റിക് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്, വെല്ലുവിളിയായി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അവശേഷിക്കുന്ന വരുന്ന വീടുകളിൽ അവശേഷിക്കുന്ന ഈ സാധനം ഈ കേന്ദ്രത്തിൽ എത്തിക്കുക എന്ന പ്രവർത്തനം ചെയ്യുന്നു. മറ്റേ നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. മറ്റൊരു കാര്യം അറിയാനുള്ളത്, ഈ വനിതകൾ കുടുംബനാഥകളായിട്ടുള്ളവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഭവന നിർമ്മാണം, അത്തരം ഭവനങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാരണ ഒരു വീട് നിർമ്മിക്കുന്നതിനപ്പുറമായിട്ട് ഈ ഭവനങ്ങളിൽ വനിതകളുടെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അതിന്റെ നിർമ്മാണത്തിൽ? അതിന് നമ്മൾ മുൻതൂക്കം കൊടുത്തത് കൂട്ടുകുടുംബമായി നിൽക്കുന്ന ഭവനത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളോട് ചില അവഗണനയും പ്രയാസമുണ്ട്. അത്തരം സ്ത്രീകൾക്കും മക്കൾക്കുമുള്ള ഒരു ഭവനം എന്ന നിലയിലാണ് നമ്മൾ ഈ പദ്ധതിയെ കണ്ടിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായ വീട്, മറ്റു വീട്ടിൽ പ്രത്യേകതയൊന്നുമില്ല, മറ്റെല്ലാവർക്കും നിർമ്മിച്ചു കൊടുക്കുന്നുള്ള വീട് തന്നെ. പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ഒരു യാഥാർത്ഥ്യം ആയിരിക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ചും കട്ടി കൂടിയ പ്ലാസ്റ്റിക് കൂടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മിൽമ പാലിൻ്റെ കൂടെ. അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയത് വളരെ സ്തുത്യർഹമാണ്. ഈ പ്ലാന്റ് സ്വകാര്യ മേഖലയിലാണെങ്കിലും അതിന് എത്രമാത്രം ആരംഭച്ചെലവ് വരും, മുടക്ക് മുതൽ അറിയാമോ? ഈ റീസൈക്ലിംഗ് പ്ലാന്റ് 3 ഘട്ടമായി ആ സ്ഥാപനം വികസിപ്പിച്ചു. ഇപ്പൊ ഏകദേശം 10 ലക്ഷം രൂപയിലേറെ മുതൽ മുടക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരി. സാധാരണഗതിയിൽ ഈ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് ന്യായമായ വില കിട്ടുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളിതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്ലീനിങ്ങിനാണ് അവർക്ക് കൂടുതൽ പണം ചിലവാകുക. ഈ വീട്ടുകാരിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുമോ? അവർ ഈ എടുക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുമോ? മാസത്തിലെ ഒരു തുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ഒന്നും പിന്നെ ആലോചിച്ചിട്ടില്ല. നമ്മളിപ്പോ അത് ശേഖരിച്ച് പരിഹരിക്കുക എന്നുള്ളതിനാണ്. ഇവരെ ഈ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ റീസൈക്ലിംഗ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? അതുകൊണ്ട് മതിയാവുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു. എങ്കിലും എത്ര രൂപ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് അറിയാമോ? അവർക്ക് ഒരു മാസത്തിൽ ഈ 5 സഹോദരിമാർക്കും കൂടി ഒരു 2000 രൂപ വരെ അവിടുന്ന് വരുമാനം കിട്ടുന്നു. 5 പേർക്കും കൂടി 2000 രൂപ നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലാത്ത മാലിന്യങ്ങൾ പഞ്ചായത്തിലൊരു പ്രശ്നമായിട്ടുണ്ടോ? അത് നമ്മൾ 2006 മുതൽ എല്ലാ വീട്ടിന്റെ പറമ്പത്തും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള കുഴി എടുത്ത് അതിൽ എല്ലാ ആഴ്ചയിലും ജൈവ മാലിന്യം ഇട്ട് മൂടുക എന്ന ഒരു പുതിയ സംസ്കാരം ആ വീടുകളിലൊക്കെ കുഴിയിട്ട് മൂടുക എന്നുള്ളതേ ഉള്ളൂ. അത് മണ്ണിര കമ്പോസ്റ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിശോധിക്കാവുന്ന അതുണ്ട്. ഒരു വാർഡിൽ ഒരു 5-10 മണ്ണിര കമ്പോസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ യൂണിറ്റുകളായി ആരംഭിച്ചു. കൃഷിയുടെ മേഖലയിൽ വലുതായിട്ടൊന്നും പഞ്ചായത്തിന് ചെയ്യാനില്ല അല്ലേ? കുറച്ചുകൂടി ഉണ്ട്. അതില് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നമ്മുടെ ഒരു 4 ഹെക്ടർ സ്ഥലത്തുള്ള പ്രയാസം. ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി NREGS പുതിയൊരു തോട് നിർമ്മിച്ച് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് ഈ വേനൽക്കാലം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തു എന്ന് പറഞ്ഞു. എത്ര ഹെക്ടറിലാണ്? 12 ഹെക്ടർ.
ഈ 12 ഹെക്ടർ ഞാനത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എത്ര കൃഷിക്കാർ അതിൽ പങ്കെടുത്തു എന്ന് പറയാമോ? കൃഷിക്കാര് നാമമാത്രമായ കൃഷിക്കാരേ ഉള്ളൂ. ബാക്കി കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് അവരുടെ ഭൂമി വിട്ടുവാങ്ങിയിട്ട് ചെയ്തു. ആ നെല്ലെല്ലാം കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളൊക്കെ കൊടുത്തോ? അംഗങ്ങൾക്ക് വീതിച്ച് പിന്നെ എടുക്കായിരുന്നു. ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് റീസൈക്ലിങ്ങിന് കൊടുക്കുന്നു എന്നുള്ളത് നല്ല പദ്ധതിയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. പിന്നെ അതുപോലെ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമെന്ന് പറഞ്ഞു. ഈ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവ് മരിച്ചെങ്കിലെന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുണ്ട്. മദ്യപാനം കൊണ്ട് പൊറുതി മുട്ടി പോയി രക്ഷപ്പെട്ടു എന്ന് പറയുന്നവർ പോലും ഞങ്ങളുടെ അടുക്കലൊക്കെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവർ അവരെ അങ്ങനെയുള്ളവർ ഈ മദ്യത്തിനെതിരായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ തുടങ്ങാൻ ഒക്കില്ലേ? മദ്യത്തിനെതിരായി നല്ല നിലയിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഒരു വലിയ പ്രചരണം നടത്തിയാലും അവസാനിപ്പിക്കാൻ പറ്റുന്ന നിലയിലല്ല ഇപ്പോൾ മദ്യാസക്തി. എനിക്കറിയാം. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പഞ്ചായത്തിന് കുട്ടികളുടെ ഇടയിലും ഒക്കെ ഈ ബോധവൽക്കരണം ആരംഭിക്കേണ്ട ഒരു ചുമതലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ അത്ര അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പഞ്ചായത്തിലെ മൊത്തം സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസും സോഷ്യൽ സ്റ്റാറ്റസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പഠന റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ മെയ് മാസം പൂർത്തിയാവും. അതിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 40 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരുടെ സാമൂഹികമായിട്ടും സാമ്പത്തികമായും രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുക, ഇപ്പോഴുള്ള ഗ്രൂപ്പ് സംരംഭങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്, ഇതിനെന്താണ് ബദൽ, ഈ രീതിയിലുള്ള ഒരു നല്ല ഒരു തൊഴിൽ പദവി പഠനം, സാമൂഹ്യ പദവി പഠനം ചെയ്യുന്നുണ്ട്. പഠനങ്ങളുടെ കുറവൊന്നും ഈ രാജ്യത്തില്ല. ധാരാളം പഠനങ്ങളുണ്ട്. നിങ്ങൾ നടത്തണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഇന്ന് എങ്ങനെ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നൊന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ്. ഞങ്ങൾക്കവിടെ ജാഗ്രതാ സമിതിയുണ്ട്. പഞ്ചായത്തിലെ വനിതകളുടെ ആഭിമുഖ്യത്തിൽ സേവന കേന്ദ്രമുണ്ട്. 15 പേര് ഉൾപ്പെട്ടിട്ടില്ല. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് ഉൾപ്പെടുന്ന സേവന കേന്ദ്രമുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഇത്തരം കേസുകളിലൊക്കെ വരുന്ന പരാതികൾ പരിഹരിക്കലാണ്. അത് CDSന്റെ ആഭിമുഖ്യത്തിലാണ് 15 അംഗ സമിതി. എന്നിട്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പരാതി സ്വീകരിച്ചിട്ട് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അതിനു വേണ്ട പരിഹാരം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ കേസുകൾ വളരെ സിവിയർ ആയിട്ടുള്ള കേസുകൾ വളരെ കുറച്ച് വന്നിട്ട് ചില കേസുകളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനർഘമായ ഒരു മുഹൂർത്തം. സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് മാർക്സിലേക്ക് കിടക്കാൻ. എന്റെ മാർക്ക് 15-ൽ 11. 15-ൽ 11. 10-ൽ 7. 10-ൽ 6. 6.5. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 41.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KDBR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. സമുദ്രജലത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 46,000 പ്ലാസ്റ്റിക് തുണ്ടുകളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, ബാഗുകൾ, കവറുകൾ, ടൂത്ത് ബ്രഷുകൾ, സിഗരറ്റ് ലൈറ്ററുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം പെടും. ഒരു ഗ്രാമത്തിന്റെ വികസനം സുസ്ഥിരമാകണമെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് നിരോധനം കൂടി ഏർപ്പെടുത്തണം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പാലക്കാട് പട്ടണത്തിലെ പാട്ടല്ലടിയെ കേൾക്കണത്, നമ്മുടെ തമ്പുരാന്റെ കഥയല്ലടിയെ പറയണത്. പാലക്കാട് പട്ടണത്തിലെ പാട്ടല്ലടിയെ കേൾക്കണത്, നമ്മുടെ തമ്പുരാന്റെ കഥയല്ലടിയെ പറയണത്. കോളേജിൽ പഠിക്കും കാലം പാർട്ടിക്കായി വന്നതാണ്ടേ, അന്ന് തൊട്ട് മരിക്കോളം നല്ല കാര്യങ്ങൾ ചെയ്തതാണ്ടേ. കോളേജിൽ പഠിക്കും കാലം പാർട്ടിക്കായി വന്നതാണ്ടേ, അന്ന് തൊട്ട് മരിക്കോളം നല്ല കാര്യങ്ങൾ ചെയ്തതാണ്ടേ. പൊതുവഴി കൂടെ നമ്മളെ നടത്തിച്ചതും തമ്പ്രാനാ, ചാട്ടവാറടിയില്ലാതെ ആക്കിയതും തമ്പ്രാനാ. പൊതുവഴി കൂടെ നമ്മളെ നടത്തിച്ചതും തമ്പ്രാനാ, ചാട്ടവാറടിയില്ലാതെ ആക്കിയതും തമ്പ്രാനാ. പാലക്കാട് പട്ടണത്തിലെ പാട്ടല്ലടിയെ കേൾക്കണത്, നമ്മുടെ തമ്പുരാന്റെ കഥയല്ലടിയെ പറയണത്. അമ്പലക്കുളത്തിൽ കുളിക്കാൻ ധൈര്യം തന്നതും തമ്പ്രാനാ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ്.
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ.